ഒട്ടേറെ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണെങ്കിലും ഇന്ന് വ്യാപാര സമയം അവസാനിക്കാറായപ്പോൾ ഇന്ത്യൻ വിപണി തരക്കേടില്ലാത്ത നേട്ടം കൈവരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയെ ഉലച്ചിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇന്നും നിലവിലുണ്ട്. അവയ്ക്ക് പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ തൽക്കാലത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു അന്തരീക്ഷത്തിൽ വിപണി ഉയർന്ന് അവസാനിക്കുകയാണ് ചെയ്തത്. നാളെ വിവിധ കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വരാനുണ്ട്. TCS, ഇൻഫോസിസ് എന്നിവയുടെ റിസൾട്ടുകൾ നാളെ പുറത്തു വരും. നാളെ രാത്രി അമേരിക്കയിലെയും മറ്റന്നാൾ ഇന്ത്യയിലെയും ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ വരാനുണ്ട്. ഇതെല്ലാം വിപണിയെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. നാളെ വരുന്ന കണക്കുകളിൽ TCSനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയക്കത്തിലുള്ള വരുമാന വർധനയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു സംഘം ബ്രോക്കർമാർക്കിടയിൽ ഒരു പ്രമുഖ മാധ്യമം നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് കമ്പനിയുടെ വരുമാനത്തിൽ 4% താഴെ വർധനവേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. കഴിഞ്ഞ വർഷത്തെ ഇതേ പാദം അല്ലെങ്കിൽ ഇതേ ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4% താഴെ വർധനയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 60,000 കോടി രൂപയ്ക്ക് അടുത്തായിരിക്കും അതിൻ്റെ പാദത്തിലെ വരുമാനം എന്നും കണക്കാക്കുന്നു. അതേസമയം അറ്റാദായം തലേ വർഷം ഇതേ പാദത്തെ അപേക്ഷിച്ച് 7% വർദ്ധിച്ച് 11,617 കോടി രൂപയാകുമെന്നാണ് ഇവരുടെ നിഗമനം. തൊട്ട് മുമ്പത്തെ പാദത്തെ അപേക്ഷിച്ച് 2.4% നേട്ടമായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇൻഫോസിസിൻ്റെ കാര്യത്തിൽ കുറെ കൂടി മോശമാണ് സ്ഥിതി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബ്രോക്കറേജുകളുടെ സർവേയിൽ കാണുന്നത് അവരുടെ അറ്റാദായത്തിൽ 7% നഷ്ടമുണ്ടാകുമെന്നും വരുമാനം 1% താഴെ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ എന്നാണ്. അവരുടെ 3 മാസത്തെ വരുമാനം 38,660 കോടി രൂപയാകുമെന്നാണ് 6 ബ്രോക്കർമാർക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ ഒരു പ്രമുഖ മാധ്യമം കണ്ടെത്തിയത്. അറ്റാദായം 6,100 കോടി രൂപയിൽ ഒതുങ്ങുമെന്നും കണക്കാക്കുന്നു. ഇതുപോലെയൊക്കെ തന്നെ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, IT കമ്പനികളുടെ ഈ പാദം വളരെ മോശമാണ്. ഒക്ടോബർ ഡിസംബറിൽ നടന്ന വ്യാപാരങ്ങൾ അവരെ വരുമാനവും കുറവ്, ലാഭവും കുറവ് എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലെ ക്ഷീണമാണ് യഥാർത്ഥ കാരണം. ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരി 20% ഉയർന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരി 10 രൂപ മുഖവില ഉണ്ടായിരുന്നത് 5 രൂപ മുഖവിലയാക്കി മാറ്റുന്ന പ്രക്രിയ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള എക്സ് സ്പ്ലിറ്റായ ആദ്യത്തെ വ്യാപാര ദിവസമാണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1,400 രൂപയുടെ മുകളിലുണ്ടായിരുന്ന ഓഹരി വില ഇന്ന് 800 രൂപയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അതായത് അന്ന് 10 രൂപ മുഖവില ഉണ്ടായിരുന്ന ഓഹരി 1,400 രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇന്നിപ്പോൾ 5 രൂപ മുഖവിലയുള്ള ഓഹരി 800 രൂപയ്ക്ക് മുകളിലെത്തി. അപ്പോൾ 20% വർധനയാണ് അതിലുണ്ടായിരിക്കുന്നത്. ഈ മുഖവില കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഓഹരിയുടെ വിലയും കുറയും. അപ്പോൾ കൂടുതൽ പേർക്ക് അതിൻ്റെ അകത്ത് വ്യാപാരം നടത്താൻ അവസരമുണ്ടാകും. അതിനാണ് ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുഖവില കുറയ്ക്കുന്നത്. അപ്പോൾ 10 രൂപയുടെ ഒരു ഓഹരി 5 രൂപയുടെ 2 ഓഹരിയായിട്ട് മാറ്റിയാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. അതനുസരിച്ചുള്ള നേട്ടം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. റിലയൻസ് ഓഹരി വലിയൊരു കുതിപ്പ് നടത്തി 1 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിപണിയിലെ ഒരു പ്രധാന കാര്യം. റിലയൻസ് ഓഹരി 2.9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്, 2,655 രൂപ. ഇന്ന് വിപണിയുടെ ഉയർച്ചയിലെ ഏറ്റവും വലിയ ഘടകവും റിലയൻസിൻ്റെ കുതിപ്പാണ്. റിലയൻസ് തന്നെയാണ് ഏതാണ്ട് സെൻസെക്സിൻ്റെ ഏതാണ്ട് ഒരു 60-65% ഉയർച്ചയ്ക്ക് കാരണം. റെയിൽവേ ഓഹരികൾ ഇന്ന് തരക്കേടില്ലാത്ത നേട്ടം കൈവരിച്ചു. ഇർക്കോൺ 5.5% ഉയർന്ന് 200 രൂപയ്ക്ക് അടുത്തെത്തി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. RVNL റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് 6.5% ഉയർന്നു. റൈറ്റ്സ് 2.5% ഉയർന്നു. IRFC 3%, റെയിൽടെൽ 1.25% ഒക്കെ ഉയർന്നു. വലിയ നേട്ടമാണ് ഇതെല്ലാം കൈവരിച്ചിരിക്കുന്നത്. പുതിയ സംഭവവികാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ മാർച്ച് 31 മുമ്പ് ലഭിക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ഉയർച്ച ഇപ്പോൾ വന്നിരിക്കുന്നത്. നാഗാർജുന കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന NCC ഇന്ന് 9% ഉയർന്ന് 193 രൂപയിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ ചില കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ പങ്കാളിത്തം ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടമുണ്ടായിരിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട TV18 ബ്രോഡ്കാസ്റ്റ്
നെറ്റ്വർക്ക് 18 എന്നിവയിൽ നിന്ന് വലിയ നേട്ടമുണ്ടാക്കി. നെറ്റ്വർക്ക് 18 20%, TV18 ബ്രോഡ്കാസ്റ്റ് 17% ഉയർന്നു. റിലയൻസിന്റെ പുതിയ സഖ്യവുമായിട്ട് വന്ന് ഡിസ്നി ഗ്രൂപ്പുമായി ചേർന്നുള്ള പുതിയ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉയർച്ച എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസ്നി ഗ്രൂപ്പുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ റിലയൻസിന്റെ ഈ കമ്പനികൾ രണ്ടും കൂടി രാജ്യത്ത് ഏതാണ്ട് 100 ചാനലുകളുടെ ഉടമകളായിട്ട് മാറും. റിലയൻസിന്റെ ഈ കമ്പനികൾ വഴിയുള്ള ചാനലുകൾക്ക് പുറമെ ഡിസ്നിയുടെ ചാനലുകളും ഇവരുടെ കയ്യിലേക്ക് വന്നു ചേരും. അതിൻ്റെ നിയന്ത്രണം ലഭിക്കും. രാജ്യത്തെ ഒരു വലിയ കുത്തകയായിട്ട് മാറും എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇതിന് ബദലായിട്ട് നിൽക്കാൻ കഴിവുള്ളതായ സോണി സംയുക്തത്തിൻ്റെ കാര്യത്തിൽ പുതിയ ആശങ്കകൾ വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. ഇവിടെ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ സോണി കോർപ്പറേഷൻ്റെ പ്രതിനിധികൾ തയ്യാറായിട്ടില്ല. രണ്ടു കൂട്ടരും തമ്മിൽ വലിയ തർക്കമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. പുനീത് ഗോയങ്കയെ, സിയുടെ ഇപ്പോഴത്തെ MD യും CEO ആയ പുനീത് ഗോയങ്കയെ സംയുക്ത കമ്പനിയുടെ MD യും CEO യുമായിട്ട് വയ്ക്കണമെന്നുള്ള ഡിമാൻഡാണ് പ്രശ്നം. അത് സെബിയുടെ അടക്കം അന്വേഷണങ്ങളും മറ്റും നേരിടുന്ന ഒരാളാണ് പുനീത് ഗോയങ്ക. വേറെ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാളെ മുൻനിർത്തിക്കൊണ്ട് വിപണിയിലേക്ക് കടക്കാൻ സോണിക്ക് താല്പര്യമില്ല. അപ്പോൾ സോണിയുടെ തീരുമാനത്തിന് വഴങ്ങുകയാണ് സിക്ക് സാധിക്കുന്ന ഏക കാര്യമെന്നാണ് വിദഗ്ധരായ ആൾക്കാരൊക്കെ പറയുന്നത്. അത് സംബന്ധിച്ച് സി എപ്പോൾ കണ്ണടയ്ക്കും അല്ലെങ്കിൽ സി എപ്പോൾ വഴങ്ങും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ജനറൽ ഫിനാൻസിന്റെ ഓഹരികൾ ഇന്ന് 5% ഇടിഞ്ഞു. മണപ്പുറം പ്രൊമോട്ട് ചെയ്യുന്ന ആശീർവാദം മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന മൈക്രോ ഫിൻ കമ്പനിക്ക് IPO നടത്തുന്നതിന് സെബി അനുവാദം നൽകിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അനുവാദത്തിന്റെ കാര്യം നീട്ടിവെച്ചു. അക്കാര്യത്തിൽ സാരമായ ഒരു ക്ഷീണമാണ് മണപ്പുറത്തെ അതുകൊണ്ടുണ്ടായത്. ഇന്ന് ഓഹരി ഏതാണ്ട് 5% താഴ്ന്നു. അത് എന്തുകൊണ്ടാണ് സെബി അനുവാദം നിഷേധിച്ചത് എന്ന് വ്യക്തമാവുകയും അതിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നതുവരെ മണപ്പുറത്തിന് അത് ക്ഷീണമായിട്ട് നിൽക്കും എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. വേദാന്ത ലിമിറ്റഡിന്റെ ഓഹരി ഇന്ന് രാവിലെ തന്നെ 3% താഴ്ന്നുപോയി. മൂഡീസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി അവരുടെ റേറ്റിംഗ് താഴ്ത്തിയതാണ് പ്രധാന കാര്യം. കമ്പനിയുടെ കടബാധ്യത വളരെ വലുതാണ്. വേദാന്തയുടെ മൂല കമ്പനിയായിട്ട് ലണ്ടനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വേദാന്ത റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് കമ്പനി എടുത്തിരിക്കുന്ന വലിയ കടം വീട്ടിൽ തീർക്കാനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ചില കമ്പനികളിൽ നിന്ന് വലിയ തോതിൽ സ്പെഷ്യൽ ഡിവിഡൻറ്റുകളൊക്കെ പ്രഖ്യാപിച്ച് പണം കൊണ്ടുപോയി, എങ്കിലും അതൊന്നും ആവശ്യത്തിനായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. വരുമാനവും ലാഭവും എല്ലാം ഒത്തിരി താഴോട്ട് പോയതിനെ തുടർന്ന് ഡെൽറ്റ കോർപ്പറേഷൻ്റെ ഓഹരികളിൽ നിന്ന് 4-5% ഇടിഞ്ഞു. ഡെൽറ്റ കോർപ്പറേഷൻ ഓൺലൈൻ ഗെയിമിങ്ങും കാസിനോ ഇടപാടുകളും ഒക്കെ നടത്തുന്ന കമ്പനിയാണ്. അതുകൾക്കുള്ള നികുതി നിരക്ക് വളരെ കൂട്ടി എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ 3 മാസ കാലയളവിൽ അവരുടെ വരുമാനം ഗണ്യമായിട്ട് താഴോട്ട് പോയത്. അതിൽ വാതുവയ്ക്കുന്നതിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് മൊത്തം തുകയുടെ 28% നികുതി അടയ്ക്കണമെന്നുള്ള വ്യവസ്ഥയുടെ പേരിലാണ് വ്യാപാരം കുറഞ്ഞത്. ഇപ്പോൾ ഒത്തിരി ഡിസ്കൗണ്ടുകളും മറ്റുമൊക്കെ നൽകി വ്യാപാരം പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കമ്പനി ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇൻഡസ് ടവേഴ്സ് എന്ന കമ്പനിയുടെ ഓഹരി വില 1-2 മടങ്ങായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് വിലയിരുത്തി. 4 ഇരട്ടിയോ ഒക്കെ ആകാൻ സാധ്യതയുള്ള ഓഹരിയായിട്ടാണ് ബാങ്ക് ഓഫ് അമേരിക്ക സെക്യൂരിറ്റീസ് ഇൻഡസ് ടവേഴ്സിനെ കണക്കാക്കിയത്. ഇൻഡസ് ടവേഴ്സിന്റെ ഓഹരി എന്നതുകൊണ്ട് 6% ഉയർന്നു. വിപണിയെ സംബന്ധിച്ചിടത്തോളം നാളെയും മറ്റന്നാളും വരുന്നതായ കണക്കുകളും കാര്യങ്ങളുമാണ് ഏറ്റവും പ്രധാനം. അതുകൾക്ക് മുൻപ് ഇന്നിപ്പോൾ പാശ്ചാത്യ വിപണികൾ ചെറിയ നേട്ടത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ചെറിയ നേട്ടത്തിൽ തുടങ്ങിയിട്ട് താഴോട്ട് പോവുകയായിരുന്നു. അത് സംബന്ധിച്ച പാശ്ചാത്യ നാടുകളിലെ ഇടപാടുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിലെ കമ്പനി റിസൾട്ടുകളും വിലക്കയറ്റ കണക്കുകളും ഒക്കെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ വൈകുന്നേരം ചർച്ച ചെയ്യും.